ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ ആൻഡ് എയറോബിക് വിത്ത് സൗമിനി. നമ്മൾ ഇന്ന് ആരോഗ്യത്തെക്കുറിച്ചാണ് യോഗ ചെയ്യുന്നത്. നമ്മുടെ നന്നായിട്ട് വെയിറ്റ് ഉള്ള ആളുകൾ എയറോബിക് പോലുള്ള എക്സസൈസുകളും, പിന്നെ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ യോഗ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസത്തിൽ പകുതി ദിവസത്തോളം നമ്മൾ ശരീരത്തിന് എന്താ പറയുക, ഒരു വെയിറ്റ് ഒക്കെ കൂടുതലുള്ള ആളുകൾ എയറോബിക് പോലുള്ള എക്സസൈസുകൾ ചെയ്യുക. ബാക്കി ആളുകൾ ഒരു പകുതി ദിവസം യോഗയും ചെയ്യുക. അപ്പോൾ യോഗ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ശരീരത്തിന് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്നത്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ശമനം കിട്ടണമെങ്കിൽ ശരീരത്തിന് നല്ല സ്ട്രെച്ചിങ് പോലുള്ള യോഗകളാണ് നല്ലത്. അപ്പോൾ അത് കൂട്ടത്തിൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത്, നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത ഒരവസ്ഥ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ രോഗമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെ ദിനചര്യയിലുള്ള മാറ്റങ്ങൾ അത്യാവശ്യമാണ്. നന്നായിട്ട് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ ജീവിത രീതിയിൽ നമ്മൾ വളരെ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ജീവിത രീതിയിൽ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണക്രമം, വ്യായാമം, സംഘർഷം ഇല്ലാത്തൊരവസ്ഥ, അതായത് മനസ്സ് നല്ലൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറയാനുള്ള ഒരു സാധ്യത. അപ്പം നമ്മുടെ ശരീരം ആരോഗ്യം നിലനിർത്താൻ ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ തെറ്റായ ജീവിതശൈലി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് നേരത്തെ ആർജിച്ചെടുത്ത ഒരു പ്രതിരോധ ശേഷി ഉണ്ടല്ലോ, ഈ പ്രതിരോധ ശേഷി നമ്മുടെ ദിനചര്യയിലുള്ള വ്യത്യാസം, തെറ്റായ ദിനചര്യയിൽ കൂടെ വരുന്ന പ്രശ്നം കാരണം നമുക്ക് കിട്ടിയ പ്രതിരോധ ശേഷിയെ ഈ ദിനചര്യ, തെറ്റായ ദിനചര്യ എന്താ പറയുക, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിന് ഒരു പരിധി വരെ കാരണം. അപ്പം പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് നമ്മൾ ഈ തെറ്റായ ജീവിത രീതി മൂലമാണ്. ശരീരത്തിൽ കിട്ടിയ ആ പ്രതിരോധ ശേഷി നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പാണ് നമുക്ക് BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, പിന്നെ ഹൃദ്രോഗം, പക്ഷാഘാതം, പിന്നെ പൊണ്ണത്തടി, കുടവയറ്, പിന്നെ വേറെ പല വെരിക്കോസ്, അങ്ങനെ കുറേ അസുഖങ്ങൾ ഞാൻ പറയാനിരിക്കുന്നതായിട്ട് കുറേ അസുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. അപ്പം നമ്മളെ ഈ ദിനചര്യയിൽ തന്നെ നല്ലൊരു മാറ്റം വരുത്തിയാൽ ഇതിനൊക്കെ നമുക്കൊരു മോചനം നേടാൻ പറ്റും. നമ്മളിന്ന് കുറച്ച് യോഗയാണ് ചെയ്യുന്നത്. പിന്നെന്താ, നല്ലൊരു മെഡിറ്റേഷനും അത്യാവശ്യമാണ്. ഇതിന് നല്ലോണം മെഡിറ്റേഷൻ ചെയ്യണം. നമുക്ക് യോഗ ചെറുതായിട്ടൊന്ന് ആരംഭിക്കാം അല്ലേ? മെഡിറ്റേഷൻ യോഗ ചെയ്തതിന് ശേഷം കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി സമയം എടുക്കണം. എല്ലാവരും എന്നോടൊപ്പം ചെയ്യൂലേ? തുടങ്ങാം. കഴുത്തിനും ഷോൾഡറിനൊക്കെ വേദനയുള്ള ആളുകൾക്ക് നല്ലൊരു എക്സസൈസ് ആണ്. അങ്ങനെ വേണേ വെക്കാം. 1 2 3 4 5. കുറച്ച് കൂടുതൽ നമ്മൾ ചെയ്താൽ മതിയേ. ഇനി മുന്നോട്ട്. 1 2 3 4 5. ഇനി അടുത്തത് നമുക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് കുറച്ച് കാലിന് എക്സസൈസ് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്.
ഇങ്ങനെ ഇരുന്നിട്ട് കാലിന് ഇവിടെ നന്നായിട്ട് പിടിച്ചിട്ട് ഈ കാലിന് നല്ലോണം തറയിലോട്ട് അമർത്തുക. ഇവിടെയൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. ഒരു 10 പ്രാവശ്യം, 10 പ്രാവശ്യം മാത്രമേ ഓരോന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. വീഡിയോ ഒരുപാട് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 2 3 4 5 6 7 8 9 10. നമ്മുടെ അടുപ്പിച്ച് പിടിച്ചിട്ട് തൊടയെന്നൊക്കെ കാലിനോടൊക്കെ അങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ചെയ്യാം. എനിക്കൊന്ന് വേണേ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം. 2 കൈ ഇവിടെ എങ്ങനെ, ഇവിടെ എങ്ങനെ, ഇവിടെ എങ്ങനെയായിട്ട്. 1 2 നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണേ. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്തത് 1 2 3 4 5. അടുത്ത കാല് 1 2 3 4 5. ഈ കാലിങ്ങനെ വെച്ചിട്ട് നല്ലോണം വലിച്ചു പിടിക്കുക ഇങ്ങോട്ടും. 1 2 3 4 5 6 7 8 9 10. One, 2 3 4 5 6 7 8 9 10. നമ്മൾ ചെറുതായിട്ടൊന്ന് കിടന്നിട്ട് ചെയ്യാം. സൈഡിലോട്ട് കിടന്നിട്ട് വേണം, സൈഡിലോട്ട് ചെരിഞ്ഞിട്ട് വേണം കിടക്കാൻ. കാലിങ്ങനെ വെക്കുക. 1 2 ഇങ്ങനെ ചെയ്യാം. വയറ് നല്ലോണം ഇതിനോട് അടുപ്പിച്ച് വരണേ. 1 2 3 4 5 6 7 8 9 10. വീണ്ടും കാല് ഇങ്ങനെ വെച്ചിട്ട് കാല് രണ്ടും ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് കൈ ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. 1 2 3 വയറിന് നല്ലൊരു പിരിച്ചിൽ കിട്ടിയേ. 4 5 6 7 8 9 10. കാല് കുറച്ച് ദൂരോട്ട് വെച്ചിട്ട് അങ്ങനെ കാലിന് സമമായിട്ട് വെച്ചിട്ട് 1 2 3 4 5 6
7, 8, 9, 10. ഇനി കാല് അടുപ്പിച്ച് വെച്ചിട്ട് ഈ കാലെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് വെക്കുക. എന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് നേരെ ഓപ്പോസിറ്റ് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കാലം നൂർത്തിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക. നമ്മുടെ വയറ് നന്നായിട്ട് നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാം, നമ്മൾ BP, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ വയറ് നന്നായിട്ട് ഈ ഉള്ളിലെ അവയവങ്ങൾക്കൊക്കെ ഒന്ന് മസാജ് കിട്ടുന്ന രീതിയിൽ നല്ല എക്സസൈസുകളാണ് ചെയ്യുന്നത്. കൈ ഇങ്ങനെ വേണേ വെക്കാം, ഇങ്ങനെ വേണേ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാലിങ്ങനെ താഴ്ത്തുന്ന സമയത്ത് സാവധാനെ താഴ്ത്താവും. 1, 2, 3 ഇങ്ങനെ ചെയ്യാം. കാല് പൊക്കുക, മടക്കുക, കൈകൊണ്ട് കോർത്ത് പിടിക്കുക, നെഞ്ചിലേക്ക് അമർത്തി പിടിക്കുക. എന്നിട്ട് കാലിങ്ങനെ അമർത്തി അവിടെ വെക്കണം, മുട്ട്. എന്നിട്ട് അധികം അങ്ങോട്ട് തടിയിക്കണ്ട, പുറത്തുനിന്നൊക്കെ വേദന വരണ്ട. ഒന്നിങ്ങനെ താടിയോ മൂക്കോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തൊടുക. എന്നിട്ട് കൈ ഇതാക്കുക, കാല് പൊക്കുക, ഇങ്ങനെ വെക്കുക. അങ്ങനെ 2 കാലും. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. അങ്ങനെ ഒരു 20 തവണ ചെയ്യാം. പിന്നെ 1, 2, 3. കാലിങ്ങനെ താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ താഴ്ത്തി വെക്കാം. വയറിന് നല്ലൊരു വലിച്ചിൽ കിട്ടും, വയറിന് നല്ല സ്ട്രെച്ചിങ് കിട്ടും. അപ്പൊ പതുക്ക ഇതിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. 1, 2, 3, 4, 5, 6,
7, 8, 9, 10. അത് വയറിന് നല്ലൊരു എക്സസൈസ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. 1 ഇങ്ങനെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കുറച്ച് കിടന്നിട്ട് സുഖാസനത്തിൽ കിടന്നുകൊണ്ട് കൈ മുന്നോട്ട് ഇങ്ങനെ വയറ് നല്ലോണം തറയിൽ ജാമാകുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അടുത്തത് ഇങ്ങനെ വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി സൈഡ് ഭാഗം തിരിഞ്ഞത് സൈഡോളം കിടക്കുക. ഇങ്ങനെ കിടക്കുക. എന്നിട്ട് കാല് നീട്ടി വെക്കുക. കൈ ഇവിടെ വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കാല് ഉള്ളോട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഉള്ളോട്ട് മടക്കി വെക്കാം. എന്നിട്ട് 1, 2, 3, 4, 5. ഇത് തിരിഞ്ഞ് ചെയ്യണം. ഇങ്ങനെ കൈ വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മൾ കാല് ഉള്ളോട്ട് മടക്കി വെച്ചിട്ട് ചെയ്ത് നോക്കുക. 1, 2, 3, 4, 5. ഇനി വീണ്ടും നമ്മൾ സുഖാസനത്തിൽ കിടക്കുക കുറച്ച് സമയം.
എന്നിട്ട് വലത്തെ കൈയും ഇടത്തെ കാലും 1 2 ഒരു സ്ട്രെച്ചിങ് കിട്ടും ഇങ്ങനെ താഴോട്ട് ഓപ്പോസിറ്റ് ആയിട്ട്. അതാ 1 2 3 4 5. നേരെ തിരിച്ച് 1 2 3 4 5. ഇങ്ങനെ ചെയ്യുന്ന കാണുന്നേരം വിചാരിക്കും ഇതുകൊണ്ട് എന്ത് കാര്യമാണെന്ന്. പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്ന സ്ട്രെച്ചിങ്, ആ അനുഭവം ചെയ്ത് നോക്കിയെങ്കിലേ അറിയുള്ളൂ. എന്നിട്ട് വെറുതെ ചെയ്യുന്ന കാണുന്നവരായിരിക്കും അതൊന്നും കാല് പൊക്കുന്നല്ലേ ഉള്ളൂ, കൈ പൊക്കുന്ന അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ചെയ്ത് നോക്കണം. ഇനി വീണ്ടും ഒന്ന് തിരിഞ്ഞെന്നെ കിടക്കുക. എന്നിട്ട് സുഖാസനത്തിൽ കിടന്നിട്ട് തൊടേന്റെ അടിയിൽ കൈ വെക്കുക. എന്നിട്ട് കാല് പൊക്കുക. വയറിനൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. 1 ഇങ്ങനെ ചെയ്യുക. ചെയ്തൂടെ? 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കുറച്ച് ചെയ്താൽ മതി. 1 2 3 4 5. സ്പീഡ് കുറച്ച് ചെയ്താൽ മതി. നേരെ കിടന്ന് ഒക്കെ ഒരു സ്ട്രെച്ചിങ് കൊടുക്കാം. കാല് വലിച്ചു പിടിക്കുക, കൈ വലിച്ചു പിടിക്കുക. 1 2 3 4 5 6 7 8 9 10. ഇതൊന്നിട്ടിരിക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മടമ്പിൽ ഇരിക്കുക. 1 2 3 4 5 6 7 8 9 10. നല്ലൊരു മെഡിറ്റേഷൻ വേണം അല്ലേ? ഏതൊരു യോഗ ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഒരു നല്ലൊരു മെഡിറ്റേഷൻ ആവശ്യമാണ്. കൈ ചിന്മുദ്രയിൽ പിടിച്ച് നിന്നിട്ട് കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുക. എന്നിട്ട് നമ്മൾ ആരാധിക്കുന്ന ഏതെങ്കിലും ദൈവത്തെയോ ഏതെങ്കിലും മതത്തിലുള്ള മതവിശ്വാസം അനുസരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ടോ, നമുക്ക് ഒരു ദൈവത്തിനെ പോലെ കാണുന്ന മനുഷ്യരുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കൊക്കെ ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ആ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുക. അതിനുള്ളൊരു സമയമാണ് ഇപ്പം. കുറെ സമയം നിങ്ങൾ ഇരിക്കണേ. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇരിക്കുന്നതാണ്, നമ്മളെ വീഡിയോ നീണ്ടു പോകുന്നത്. അതുകൊണ്ട് ഇനി ഈ 2 കൈ നന്നായിട്ട് ഉരസി ചൂടാക്കുക. നമ്മളെ കണ്ണിന് നന്നായിട്ടൊന്ന് കൊടുക്കുക. നന്നായിട്ട് ഷോൾഡർ, കഴുത്ത്, കൈ, ശരീരമാസകലം
നന്നായിട്ട് ഉരച്ചിട്ട് ആ ചൂട് കൈക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിലിങ്ങനെ പോയിട്ട് കാലിലേക്ക് രണ്ട് പാദത്തിന് നന്നായിട്ട് ചൂട് കൊടുക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചെയ്യൂലേ? ഓക്കെ.